ഇന്നത്തെ റെസിപ്പി പച്ചക്കായും ചേനയും വെച്ചിട്ടുള്ള ഒരു മൊളൂഷാണ്. ഇതൊരു ട്രഡീഷണൽ ഡിഷാണ് കേരളത്തിൻ്റെ. പക്ഷെ പല ഭാഗങ്ങളിലേക്കും പല രീതിയിലാണ് വെക്കുന്നത്. പല വീടുകളിലും വ്യത്യസ്തമായി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ വെക്കുന്നത് കേരളത്തിൻ്റെ തെക്കൻ സൈഡിലേക്കാണ് ഈ ഒരു രീതി കണ്ടിട്ടുള്ളത്. പരിപ്പ് ചേർത്ത് മൊളൂഷത്തിന് തിക്നെസ് കൂട്ടാൻ വേണ്ടി പരിപ്പ് ചേർത്തിട്ട് വെക്കുന്ന ഒരു രീതിയുണ്ട്. വടക്ക് ഭാഗത്തേക്ക് അങ്ങനെ ചെയ്യാറില്ല. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും തരുന്നതിനോടൊപ്പം ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് പച്ചക്കായ, നേന്ത്രക്കായ ഒരു 150 ഗ്രാം എടുത്തിട്ടുണ്ട്. തോലൊന്നും കളയാതെ. ഇത് ഏകദേശം ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചേനയും ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു 150 ഗ്രാം. ഏകദേശം അതേ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് കിട്ടുന്ന ചേന കല്ലിച്ചിരിക്കും. അല്ല, ഇനി നല്ലോണം ഉടയുന്ന ചേനയാണെന്നുണ്ടെങ്കിൽ പരിപ്പില്ലാതെയും ഞാൻ ഈ മൊളൂഷൻ വെക്കാറുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുള്ള പരിപ്പ് 2 പരിപ്പ് ചേർത്ത് ഒരു 1/4 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തുവരപ്പരിപ്പും പകുതിയും ചെറുപയർ പരിപ്പ് പകുതിയും, അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും നല്ലോണം കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു 30 മിനിറ്റ്. പരിപ്പ് എടുക്കുന്നതിൻ്റെ റേഷ്യോ നിങ്ങളുടെ ഇഷ്ടം പോലെ ആവാം കേട്ടോ. ഇനി അല്ല, മുഴുവനായിട്ടും ഒരു പരിപ്പ് തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. കുതിർത്ത പരിപ്പ് ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പരിപ്പ് രണ്ടും കൂടെ നമ്മൾ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ വെള്ളം കൊടുക്കുന്നത് 1/2 കപ്പാണ്, ഇരട്ടി വെള്ളം. ഒരു മണത്തിനും രുചിക്കും പരിപ്പ് തിളച്ച് തൂവാതിരിക്കാനും വേണ്ടി 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കുക്ക് ചെയ്യണം ഒരു 3-4 വിസിലിന്. ജസ്റ്റ് ഒന്ന് സമയം ലാഭിക്കാൻ വേണ്ടി മാത്രം വേറൊരു കുക്കറിലേക്ക് ഞാൻ കായും ചേനയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാരലലി നടന്നോളുമല്ലോ കുക്കിംഗ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പരിപ്പ് വേവിച്ച കുക്കറിൽ തന്നെ പരിപ്പ് വേവിച്ച് കഴിഞ്ഞിട്ട് ഈ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് ഒന്നുകൂടെ വിസിൽ കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ പ്രഷർ കുക്കറിലേക്ക് 2 കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ആവാട്ടോ. 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മൊളൂഷത്തിൽ ഞാൻ മുളക് പൊടി ചേർക്കാറില്ല. പകരം കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് ചേർക്കാറ്. പച്ചമുളക് ഇവിടെ ഒരു വലിയ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ ചേർക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസിൻ്റെ ലെവലിനനുസരിച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്ത് വെജിറ്റബിൾസ് എല്ലാം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 2 വിസിലിന് കുക്ക് ചെയ്തെടുക്കുക. നിങ്ങളുടെ കുക്കറിൻ്റെ പ്രഷർ ലെവലിനനുസരിച്ച് 2-3 വിസിൽ. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് മാഷ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സറിലിട്ട് ഒന്ന് ജസ്റ്റ് ഒരു പൾസ് കൊടുത്താലും പ്രശ്നമില്ല. ഇതാ ഇങ്ങനെ ഒരു ടെക്സ്ചറിലാണ് ഞാൻ എടുക്കുന്നത്. ഇത് സ്മൂത്ത് ആക്കി കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ വെജിറ്റബിൾസും ഇവിടെ റെഡിയാണ്. ചേനയൊന്ന് നന്നായിട്ട് ഉടയാൻ വേണ്ടി 3 വിസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഒന്ന് ചെറുതായിട്ട് മാഷ് ചെയ്ത് കൊടുക്കുക. ചേനയൊക്കെ നന്നായിട്ട് ഉടയുന്നുണ്ട്. പരിപ്പ് ചേർക്കാതെ തന്നെ കുറച്ചൊരു തിക്നെസ്സും വന്നിട്ടുണ്ട്. പരിപ്പ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇവിടെ വെച്ച് നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ചേർത്ത് ഫിനിഷ് ചെയ്യാം. കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല എന്നുള്ളത്. ചേന കല്ലിച്ചു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്പോൾ ഉപ്പ് ചേർക്കാതിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പാകത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ച പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം സ്റ്റൗ ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ വെക്കാം. കൂടെ തന്നെ നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാധാരണ മൊളൂഷത്തിൻ്റെ റെസിപ്പി, പരിപ്പും തേങ്ങയൊന്നും ചേർക്കാത്ത മൊളൂഷത്തിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് എല്ലാവരും കാണണേ. ഇതാ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം സ്വിച്ച് ഓഫ് ആക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി, പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കറി ഫിനിഷ് ചെയ്യാം. ആഹാ, എന്താ അതിൻ്റെ സ്മെല്ലെന്നറിയോ? ഇപ്പം തന്നെ ചൂട് ചോറ് എടുത്ത് അതിലേക്ക് ഒഴിച്ച് കഴിക്കാൻ തോന്നുന്നു. അത്രയ്ക്കും നല്ല ടേസ്റ്റുമാണ് കേട്ടോ.
ശരിക്കും ട്രഡീഷണലി മൊളൂഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങയും പരിപ്പൊന്നും ചേർക്കാതെയാണ്. ഒരു പക്ഷേ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ പരിപ്പൊക്കെ ചേർത്ത് തുടങ്ങിയിട്ടുള്ളത്. എന്ത് തന്നെയായാലും നമ്മുടെ ട്രഡീഷണൽ മൊളൂഷം പോലെ പരിപ്പും തേങ്ങയൊക്കെ ചേർത്ത മൊളൂഷം ആണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും കായ ചേന മൊളൂഷം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ, കമൻറ്റിലിട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.